ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഗോട്ടിൽ നിന്ന് 2 അപ്ഡേറ്റാണ് നമ്മുടെ കൈവശം ഉള്ളത്. ബോറടിച്ച് പോകുന്ന നമുക്ക് പുതിയ ആവേശം പകരാനായി അവൻ്റെ വരവ്. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് നമ്മുടെ സെക്കൻഡ് ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. എല്ലാവരും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഗോട്ട് പടത്തിൽ വിജയ് നിലവിൽ വിജയുടെ പോർഷൻസ് എല്ലാം ചെയ്യുന്നത് ക്ലീൻ ഷേവ് ലുക്കുള്ളതാണെന്ന് നമുക്കറിയാം. അപ്പോൾ കൂടുതൽ പേരും വിചാരിക്കുന്നത് വിജയുടെ DH ക്യാരക്ടറിനാകും കൂടുതൽ റോൾ എന്നാവും. എന്നാൽ അത് തെറ്റാണ്. ഈ ക്ലീൻ ഷേവ് ലുക്കിൽ തന്നെ വയസ്സൻ ക്യാരക്ടറിൻ്റെ പോർഷൻസും എടുക്കുന്നുണ്ട്. താടിയൊക്കെ വെപ്പ് വെച്ചാണ് ഈ പടത്തിൽ ആ ക്യാരക്ടറിൻ്റെ പോർഷൻസ് എല്ലാം ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. തുടക്കത്തിലൊക്കെ എടുത്തത് ഒറിജിനലായിരുന്നു. എന്നാൽ ക്ലീൻ ഷേവ് ചെയ്തതിന് ശേഷം ആ ലുക്കിൽ ഒരുപാട് പോർഷൻസ് ബാക്കിയുള്ളതുകൊണ്ട് രണ്ടും കൂടി വേറെ വേറെ ചെയ്യാൻ ടൈമില്ലാത്തതുകൊണ്ട് ഈ ഒരു പരിപാടിയാണ് ഗോഡിൽ ചെയ്തിരിക്കുന്നത്. അതെന്തായാലും നന്നായാൽ മതി. നമുക്കൊരു ആർട്ടിഫിഷ്യൽ തോന്നാതെ നല്ലൊരു ഒറിജിനലായിട്ട് തോന്നി തന്നെ നന്നായിരുന്നു. സെക്കൻഡ് അപ്ഡേറ്റ്, ഫൈനലി നമ്മുടെ ഗോട്ടിൻ്റെ പ്രൊഡ്യൂസർ സോഷ്യൽ മീഡിയയിൽ അല്ലാതെ ഒരു ഫംഗ്ഷന് പോയിട്ട് ഗോട്ട് ഫസ്റ്റ് സിംഗിൾ അപ്ഡേറ്റ് തന്നിരിക്കുകയാണ്. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അവിടുത്തെ ആങ്കർ ചോദിക്കും, ഫസ്റ്റ് സിംഗിൾ സൂൺ എന്ന് മാത്രമേ പറയുന്നുള്ളൂ, ഡേറ്റ് പറയുന്നില്ല, അതൊന്ന് പറയാമെന്ന് പറയും. അപ്പോൾ പ്രൊഡ്യൂസർ അർച്ചന കൽപ്പതി പറഞ്ഞത് ഡേറ്റ് ടൈമൊക്കെ അടങ്ങുന്ന പോസ്റ്റർ റിലീസ് ചെയ്യുന്നതാകും ഉടൻ തന്നെ, അപ്പോൾ അറിയാമെന്നാണ്. അപ്പോൾ അനൗൺസ്മെൻറ്റ് പോസ്റ്ററൊക്കെ റെഡിയാണെന്ന് അർത്ഥം. എന്നാലും ഡേറ്റ് പറഞ്ഞില്ല. ആ ഡേറ്റ് നമുക്ക് കിട്ടിയ അപ്ഡേറ്റ് പ്രകാരം ഏപ്രിൽ 14 തമിഴ് ന്യൂ ഇയർ പ്രമാണിച്ച് ഗോട്ടിൻ്റെ ആദ്യ ഗാനം അവർ പുറത്തുവിടും എന്നാണ്. ഇനിയും 2 ആഴ്ച ഉണ്ട്. എന്നാലും അതൊന്ന് വന്ന് കിട്ടിയാൽ വിജയ് ഫാൻസിന് കുറച്ച് ബോറുണ്ടെങ്കിലും മാറിക്കിട്ടും. ഇത്രയും ദിവസം പിടിച്ചതെന്ന് തന്നെ കഴിഞ്ഞ വട്ടം വിജയ് കേരളത്തിൽ വന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതിനപ്പുറമായതിനെ വെയിറ്റ് ചെയ്യാൻ നമുക്ക് അപ്ഡേറ്റിനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ തോന്നുന്നതൊക്കെ കമൻറ്റിൽ പറഞ്ഞാൽ മതി. പിന്നെ താഴെ കാണുന്ന ലൈക്ക് ഷെയർ ബട്ടണൊക്കെ തട്ടിയെന്ന് വിടുക. കൂടാതെ സൈഡിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ബട്ടണോട് തട്ടി വിട്ടാൽ കൊള്ളായിരുന്നു. എന്നാൽ പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം.